ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. അപ്പോൾ ഇന്നൊരു സ്കേർട്ട് ആൻഡ് ടോപ്പാണ് കേട്ടോ ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത്. അതിന് വേണ്ടിയിട്ട് സ്കേർട്ട് 2 മീറ്റർ എത്തുന്നുണ്ട്. ഏകദേശം ഒരു 4-5 വയസ്സുള്ള കുട്ടിയുടെ മെഷർമെൻറ്റിലാണ് കേട്ടോ ചെയ്യുന്നത്. സ്കേർട്ടിന് വേണ്ടിയിട്ട് 2 മീറ്റർ ടിഷ്യൂൻ്റെ മെറ്റീരിയൽ ടൈപ്പ് ചെക്ക് മെറ്റീരിയലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ട് ലൈനിങ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് 2 മീറ്ററാണ് കേട്ടോ ലൈനിങ് എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ കോട്ടൻ്റെ ലൈനിങ് എടുത്തിട്ടുണ്ട്. അത് 1/2 മീറ്റർ എടുത്തിട്ടുണ്ട്. ബ്ലൗസ് പീസിന് 1/2 മീറ്റർ എടുത്തിട്ടുണ്ട്. മുകളിലത്തെ ബ്ലൗസിൻ്റെ ലൈനിങ് ഇതുപോലെ മടക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ലെങ്ത്ത് വേണ്ടത് ഏകദേശം ഒരു 12 ഇഞ്ചോളാണ് കേട്ടോ ലെങ്ത്ത് വേണ്ടത്. തയ്യൽ തുമ്പിനടക്കം 1 ഇഞ്ച് കൂട്ടിയിട്ട് 13 ഇഞ്ചിലൊന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്യാം കേട്ടോ. ഷോൾഡർ എടുക്കുന്നത് 5 ഇഞ്ചാണ്. 5 ഇഞ്ച് ഷോൾഡർ മാർക്ക് ചെയ്യുക. ഇനി അവിടുന്ന് താഴത്തേക്ക് നമുക്ക് ആം ഹോൾ എടുക്കുന്നത് 4.5 ഇഞ്ചാണ്. അത് ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ലൈൻ കൊടുക്കുക. നമ്മുടെ ചെസ്റ്റ് അളവ് എടുക്കുന്നത് 6 ഇഞ്ചാണ് കേട്ടോ. ചെസ്റ്റ് 6 എടുക്കുന്നുണ്ട്. തയ്യൽ തുമ്പിന് 1.5 ഇഞ്ചും കൂടി കൂട്ടി കൊടുക്കുന്നുണ്ട്. വേസ്റ്റ് എടുക്കുന്നത് നമ്മൾ സെയിം 6 ഇഞ്ച് തന്നെയാണ് കേട്ടോ. അതതുപോലെ മാർക്ക് ചെയ്യുക. എന്നിട്ട് തയ്യൽ തുമ്പിന് ഒരു 1.5 ഇഞ്ച് തയ്യൽ തുമ്പിന് കൂട്ടി കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്കതൊരു സ്ട്രെയിറ്റ് ആയിട്ട് ഒരു സ്കെയിൽ വെച്ചിട്ട് വരച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ആം ഹോൾ ഇതുപോലെ നോർമലായിട്ട് ഇതുപോലെയൊക്കെ ആം ഹോൾ വരല് ഇതിങ്ങനെ കുഴിച്ച് വരച്ചു കൊടുക്കാം. നമുക്ക് കഴുത്തിൻ്റെ അകലം എടുക്കാം. കഴുത്തിൻ്റെ അകലം 2 ഇഞ്ച് എടുക്കുന്നുണ്ട്. കഴുത്തിൻ്റെ ഇറക്കം എടുക്കുന്നത് 3.5 ഇഞ്ചാണ് കേട്ടോ. 3.5 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്യുക. എന്നിട്ട് നമുക്കിതൊരു ബോക്സ് ആക്കിയിട്ട് വരച്ചു കൊടുക്കാം. ഇതുപോലെ ബോക്സ് ആക്കി വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഷോൾഡറിൻ്റെ എടുക്കുന്നത് താഴത്തേക്ക് ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ആ 2 ഇഞ്ചിൽ ഇതുപോലെ ഒരു സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ലൈൻ കൊടുക്കാം. നമുക്ക് ഇതിൻ്റെ എത്ര വരുന്നത് 3 ഇഞ്ച് വരുന്നുണ്ട്. അതിൻ്റെ പകുതി എടുക്കാം. 1.5 ഇഞ്ച്. 1.5 ഇഞ്ചിൽ നിന്ന് നമ്മളൊരു 2 ഇഞ്ച് വീതിക്കാണ് കേട്ടോ നമ്മൾ ഇത് കൊടുക്കാൻ വേണ്ടി വിചാരിക്കുന്നത്. നമുക്കിവിടെ ചെറിയൊരു ഫ്രീസും കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ എന്താക്കാം, ഈ ഷോൾഡർ 3 ഇഞ്ചിൻ്റെ സെൻറ്റർ കണ്ടുപിടിക്കാം. 1.5 ഇഞ്ച്. 1.5 ഇഞ്ചിൽ നിന്ന് 1 ഇഞ്ച് ഇങ്ങോട്ടേക്കും 1 ഇഞ്ച് ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്യാം. ഈ ഒരളവിൽ 1 ഇഞ്ച് അങ്ങോട്ടേക്ക് 1 ഇഞ്ച് ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്തിട്ട് ഈ ഒരു ഇതിന്ന് നമുക്ക് ആം ഹോളിലേക്ക് ഇങ്ങനെ കൊടുക്കാം. നോർമലായിട്ട് നമ്മുടെ നെക്ക് വരലിതാ ഇതുപോലെ ആയിരിക്കും. നോർമലായിട്ട് നമ്മുടെ നെക്ക് വരല അല്ലേ ഇങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് നമ്മളിപ്പോൾ ഇതാ ഒരു 1/2 ഇഞ്ചിൻ്റെ അടുത്തപ്പോൾ ഒരു പുറത്തേക്ക് ഇങ്ങനെ തള്ളി നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ എന്താ ചെയ്യേണ്ടത്, ഇതുപോലെ പുറത്തുനിന്നേ കൂടി നമുക്കിതുപോലെ നെക്ക് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് എന്താ ചെയ്യാം, ഇത് ഇതേ അളവിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. ബാക്ക് നെക്കിൻ്റെ പറഞ്ഞിട്ടില്ല. ബാക്ക് നെക്കിൻ്റെ ഇറക്കം ഞാൻ ഒരു 3 ഇഞ്ച് എടുക്കുന്നില്ല കേട്ടോ. 3 ഇഞ്ച് ഇതുപോലെ വരച്ചു കൊടുക്കാം. അതിന് ശേഷം നമ്മുടെ നോർമൽ നെക്ക് ഇതുപോലെ വരും. ആ ബാക്ക് നെക്ക് ഇതുപോലെ ഇങ്ങോട്ടേക്ക് കൊടുത്താൽ മതി കേട്ടോ. ഇത് നമ്മുടെ ഈ റോസ് ചോക്ക് കൊണ്ട് വരച്ചില്ല. അത് നമ്മുടെ ബാക്ക് നെക്കും ഇപ്പുറത്ത് താഴത്തില്ല ഇത് നമ്മുടെ ഫ്രണ്ട് നെക്കുമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം കട്ട് ചെയ്യുന്ന സമയത്ത് ഫ്രണ്ട് നെക്കിൻ്റെ ഇലയിൽ കൂടി കട്ട് ചെയ്യാം. എന്നിട്ട് വേണം നമ്മൾ ബാക്ക് നെക്ക് കട്ട് ചെയ്ത് മാറ്റാൻ വേണ്ടിയിട്ട് കേട്ടോ. കാര്യം വിട്ടുപോയി, മുകളിൽ ഇവിടെ ജോയിൻ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഒരു 1/2 ഇഞ്ച് മുകളിലോട്ട് കൊടുക്കണം കേട്ടോ. അത് പറയാൻ വിട്ടുപോയി. നമുക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടേ. അപ്പോൾ ഒരു 1/2 ഇഞ്ച് മുകളിലോട്ട് കൊടുത്തിട്ട് അവിടെ നിന്ന് വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ജസ്റ്റ് ഇതാ ബാക്ക് നെക്ക് ഇതുപോലെ ഈ ഫ്രണ്ട് പീസിന് ബാക്ക് നെക്ക് അതുപോലെ കട്ട് ചെയ്ത് മാറ്റിയിട്ട് ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുത്തിട്ട് അതിന് ശേഷം നമുക്കിതാ ഇതുപോലെ വെച്ചിട്ട് ബാക്കത്തെ നെക്കൊന്ന് കട്ട് ചെയ്ത് കളയാം. അതിന് ശേഷം ബാക്ക് പീസ് മാറ്റിയിട്ട് ഫ്രണ്ടിലത്തെ നെക്കിൻ്റെ ഇതുപോലെ വെച്ചിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതേ അളവിൽ നമുക്ക് നമ്മുടെ നല്ല തുണിയും കൂടി കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ബാക്ക് പീസ് നമ്മൾ എന്താ ചെയ്യേണ്ടത്, സെൻറ്ററിൽ കൂടെ ഒരു കട്ട് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഒരു കട്ടിട്ട് കൊടുക്കാം. ഞാനിവിടെ ചെറിയൊരു പീസ് എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതിൻ്റെ ലെങ്ത്ത് എടുത്തിട്ടുള്ളത് ഏകദേശം ഒരു 7 ഇഞ്ചോളം എടുത്തിട്ടുണ്ട്. തയ്യൽ തുമ്പിന് അടക്കാൻ സ്ലീവിന് വേണ്ടിയിട്ട് എടുത്തതാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ വീതി എടുത്തിട്ടുള്ളത് ഇതുപോലെ നമ്മൾ മടക്കി സ്റ്റിച്ച് ചെയ്യുമ്പോൾ 4 ഇഞ്ചിലാണ് കിട്ടേണ്ടത്. അതായത് നമ്മൾ ഇട്ടെടുക്കുന്ന സമയത്ത് നമുക്ക് 4 ഇഞ്ചിൽ ഇത് അടിച്ചത് മാറിപ്പോയിട്ടാ. തിരിച്ച് ഇതുപോലെ ഇതുപോലെ 4 ഇഞ്ച് വീതിക്ക് വേണം നമുക്കത് കിട്ടാൻ വേണ്ടിയിട്ട്. കണ്ടില്ല, 4 ഇഞ്ച് വീതിക്ക് നമുക്ക് എടുക്കാം. ഇത് ഞാൻ അടിച്ചത് മാറിപ്പോയി. അത് നേരെ ഒന്നും കൂടി പൊട്ടിച്ച് തിരിച്ചടിച്ചിട്ട് വരാം.
അതിന് ശേഷം അതിന് രണ്ട് സൈഡും ഇതുപോലെ നമുക്കൊന്ന് ഫ്രില്ലിട്ട് എടുക്കണം കേട്ടോ. ഇതുപോലെ ചെറിയ ചെറിയ ഫ്രില്ല് 2 ഇഞ്ച് വീതിക്കാണ് കേട്ടോ വേണ്ടത്. അത് കറക്റ്റ് നമുക്കത് ഇവിടെ കൊടുക്കുന്ന രീതിക്ക് കറക്റ്റായിട്ട് വരുന്ന രീതിക്ക് 2 ഇഞ്ച് വീതിക്ക് ആ ഒരു വീതിക്കുമാണ് നമ്മളിത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. നമുക്കത് ഇവിടെ അടിച്ചെടുക്കാം കേട്ടോ. ഇത് അടിക്കുന്നതിന് മുമ്പേ നമ്മുടെ ലൈനിങ് പീസ് ഇതുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്കത് ഈ ആം ഹോൾ ഇങ്ങനെ അടിച്ചിട്ട് ഇവിടെ ഷോൾഡറിലേക്ക് എത്തുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ഈ ഒരു പീസ് ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് അവിടെ അടിക്കുക. പിന്നെ നെക്ക് അടിക്കുക. ഓപ്പോസിറ്റ് വശത്ത് വരുന്ന സമയത്ത് ഈ ഒരു പീസും കൂടി വെച്ച് കൊടുക്കുക. പീസ് കട്ട് ചെയ്തിട്ടുണ്ട്. ഒന്ന് ഏകദേശം ഒരു 3 ഇഞ്ച് വീതിക്കും ഒന്ന് 2 ഇഞ്ച് വീതിക്കും വന്ന് ആ 2 ഇഞ്ച് വീതിക്ക് വരുന്നതാണ് നമ്മൾ കുടുക്കിൻ്റെ അടുത്ത് വെക്കുന്നത്. അതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലെ 2ആയിട്ട് മടക്കി കൊടുക്കുക കേട്ടോ. 2ആയിട്ട് മടക്കിയെടുത്തതിന് ശേഷം ഇതുപോലെ വെച്ചിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. മുകളിൽ കുറച്ചധികം തുണി വെക്കണം കേട്ടോ. അപ്പോൾ ഏത് സൈഡിൽ നിന്നാണ് സ്റ്റിച്ച് ചെയ്യുന്നത് വെച്ചാൽ ആ ഒരു സൈഡിൽ നിന്ന് സ്റ്റിച്ച് ചെയ്ത് വരാം. മുകളിലേക്ക് കുറച്ച് പീസ് അധികം വെക്കണം. മടക്കി അടിക്കാനുള്ളത് കൊണ്ടാണ് മുകൾ വശം നമ്മൾ നെക്ക് ഫിനിഷ് ചെയ്തേലേ. അപ്പോൾ അതുകൊണ്ട് മടക്കി അടിക്കാനുണ്ട് മുകളിൽ കുറച്ചധികം തുണി വെച്ചിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ 2ആയിട്ട് മടക്കിയിട്ട് ഇതുപോലെ ഈ ഒരറ്റത്ത് വെച്ചിട്ട് ഫുള്ളായിട്ടൊന്ന് കുറച്ച് എക്സ്ട്രാ അധികം വെച്ചാൽ മതി കേട്ടോ. അതിനുശേഷം നമുക്കിതാ ഇതുപോലെ ഒന്ന് പതിച്ചടിച്ചെടുക്കാം. നമുക്ക് നമ്മുടെ ചീത്തവശത്തേക്ക് വെച്ചിട്ട് ഈ ഒരു പീസ് ഇതുപോലെ മടക്കി കൊടുക്കുക. ഇതുപോലെ മടക്കിയതിന് ശേഷം ഈ ഒരു പീസ് ഇതുപോലെ ഇങ്ങനെ മടക്കി കൊടുക്കുക കേട്ടോ. ഇതുപോലെ ഇങ്ങനെ മടക്കിയിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇത് കറക്റ്റാക്കിയിട്ട് ഈ നെക്കിൻ്റെ ഇതിന് കറക്റ്റാക്കി വെച്ചിട്ട് ആദ്യം മുകളിൽ ഒരു സ്റ്റിച്ച് കൊടുത്തിട്ട് അതേ സ്റ്റിച്ചിന് താഴത്തേക്ക് ഇങ്ങനെ ഫുള്ളായിട്ട് കൊടുക്കാം. ഫുള്ള് ചെയ്തു. ഓപ്പോസിറ്റ് വശത്ത് നമ്മൾ ഇതുപോലത്തെ ഒരു പീസ് എടുത്തില്ലേ, ആ ഒരു പീസിൻ്റെ ഒരറ്റ ഇതുപോലെ ഒന്ന് ആദ്യം മടക്കി അടിച്ചു കൊടുക്കുക. എന്നിട്ട് ഇത് ഇതുപോലെ വെച്ചിട്ട് കുറച്ച് മുകളിലോട്ട് കയറ്റി വെച്ചിട്ട് 1/4 ഇഞ്ച് വിട്ടിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാം. അതിന് ശേഷം നമുക്ക് പതിച്ചടിക്കണ്ട കേട്ടോ. അതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് കൈവച്ച് ഇതുപോലെ ഒന്ന് കറക്റ്റ് ഇതുപോലെ ചെയ്ത് കൊടുത്താലും നല്ല കറക്റ്റായിട്ട് കിട്ടും. പിന്നെ ചീത്തവശത്തേക്ക് വെച്ചിട്ട് ഇതുപോലെ ഇതെന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇതുപോലെ ഒന്ന് ഇങ്ങനെ മടക്കി കൊടുക്കാം. ഇതുപോലെ മടക്കിയിട്ട് ഇതുപോലെ മടക്കി കൊടുക്കുക. കുറച്ച് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന രീതിക്ക് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതുപോലെ കുറച്ച് മെറ്റീരിയൽ പുറത്ത് തള്ളി നിൽക്കുന്ന രീതിക്ക് വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അത് ഇതുപോലെ മടക്കുക. ഇതുപോലെ മടക്കിയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനുശേഷം ഞാനിത് ഇതുപോലത്തെ ഒരു പീസ് കട്ട് ചെയ്തിട്ടുണ്ട് അടിവശത്തേക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അതിൻ്റെ ഒരു സൈഡൊന്ന് മടക്കി അടിച്ചു. എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഇതുപോലെ എടുത്തിട്ട് ഇതുപോലെ വെച്ചിട്ട് ഒരു 1/4 ഇഞ്ച് വീതിക്ക് നമുക്കൊന്ന് ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കട്ടെ. ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. എല്ലാ വശത്ത് വെച്ചിട്ട് വേണം അടിക്കാൻ വേണ്ടിയിട്ട്. അടിച്ചതിന് ശേഷം നമ്മൾ ഈ പതിച്ചും കൂടി അടിക്കണം. നമ്മൾ ബാക്കിൽ കുടുക്കും കാര്യങ്ങളൊക്കെ വരുന്നിടത്ത് കുറച്ചധികം പീസ് വെച്ചിട്ട് ഇതുപോലെ മടക്കിയിട്ട് ഉള്ളിലോട്ട് കൊടുക്കണം കേട്ടോ. മടക്കിയിട്ട് ഉള്ളിലോട്ട് കൊടുത്തിട്ട് വേണം ഫിനിഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ ഫ്രണ്ട് പീസിന് ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് കൊടുത്താൽ മതി. അതിനുശേഷം പതിച്ചടിച്ചതിന് ശേഷം ചീത്തവശത്തേക്ക് വെച്ചിട്ട് ഇതുപോലെ വെച്ചിട്ട് നമുക്ക് ഒരു സ്റ്റിച്ച് കൂടി കൊടുത്തെടുത്താൽ മതി. അതിനുശേഷം മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്തു. എന്നിട്ട് നമുക്ക് സൈഡൊന്ന് ജോയിൻ ചെയ്തെടുക്കാം കേട്ടോ. ഇതുപോലെ 2 സൈഡിലും ജോയിൻ ചെയ്തെടുക്കുക. ഇതുപോലെ 2 സൈഡിലും മാർക്ക് ചെയ്തിട്ട് ജോയിൻ ചെയ്തെടുക്കാം. ലെങ്ത്തിനനുസരിച്ച് കട്ട് ചെയ്യാം. അപ്പോൾ എനിക്ക് ലെങ്ത്ത് വേണ്ടത് വെച്ചാൽ 25 ലെങ്ത്ത് വേണ്ടേ. അപ്പോൾ ബാൻഡ് ഒരു 2 ഇഞ്ച് ബാൻഡിൻ്റെ വീതി കുറക്കാം. വീതി കുറച്ചിട്ട് ഒരു 23 കട്ട് ചെയ്യാം. 23 കട്ട് ചെയ്യുമ്പോൾ തയ്യൽ തുമ്പ് 1/2 ഇഞ്ച് കൂട്ടിയിട്ട് 23.5 നമുക്കൊന്ന് സ്കേർട്ട് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ ഞാൻ ലൈൻ വരച്ചിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ മുകളിലേക്കുള്ള ബാൻഡിൻ്റെത് ഇവിടെ മടക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ അരവണ്ണ അവർ പറഞ്ഞിട്ടുള്ള 22 22 പറയുമ്പോൾ ഏകദേശം 11 ഇഞ്ച് 11 എന്നിട്ട് വരുന്നത് 22 വരുമ്പോൾ ഞാൻ അതൊരു 11.5 എടുത്തിട്ടുണ്ട്. കുറച്ചധികം തയ്യത്തുമ്പോൾ കൂട്ടാണ്ട് 11.5 എടുത്തും. അതിന് ശേഷം 11.5 എടുക്കുന്നത് നമുക്ക് ഉൾവശത്തേക്ക് ഒരു 1.5 ഇഞ്ച് എക്സ്ട്രാ കൊടുക്കുന്നുണ്ട്, മടക്കി കൊടുക്കുന്നുണ്ട് 1.5 ഇഞ്ച്. അപ്പോൾ അങ്ങനെ ടോട്ടൽ എടുത്തിട്ടുള്ളത് 13 ഇഞ്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ വീതി എടുക്കുന്നത് 5 ഇഞ്ച് വീതിക്കാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ 5 ഇഞ്ചിൽ നമുക്കിതുപോലെ ഒന്നിങ്ങനെ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതേ അളവിൽ നമ്മൾ ലൈനിങ് കട്ട് ചെയ്യാനുണ്ട് കേട്ടോ. നമ്മൾ ഇതിൻ്റെ വെച്ച് ലൈനിങ് കൊടുക്കണം. അപ്പോഴേ കുറച്ചും കൂടി കട്ട് ചെയ്ത് കിട്ടും. അല്ലാണ്ട് ഈ തുണി തന്നെ വെച്ച് അടിച്ചാൽ കട്ട് ചെയ്യുണ്ടാവില്ല. അപ്പോൾ ലൈനിങ് കൂടി വെച്ചിട്ട് ടച്ച് ചെയ്തിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ.
നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ട് വരാം. താഴത്തേക്കുള്ളത് നമുക്ക് ഫ്രില്ലിട്ട് കൊടുക്കുന്നത് അങ്ങനെ കൊടുക്കുക, അല്ലെങ്കിൽ അമ്പർല, അതായത് ലൈനിങ്ങാണ് ഉദ്ദേശിച്ചത്. അമ്പർല ടൈപ്പിൽ കൊടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കുക. ഞാനിപ്പോൾ അമ്പർലയിലാണ് കേട്ടോ കൊടുക്കുന്നത്. ഇതുപോലെ അമ്പർലയിൽ നമുക്ക് ക്രോസിലൊന്ന് മടക്കിയിട്ട് വെച്ച് കൊടുക്കുക. അതിന് ശേഷം നമ്മുടെ വേസ്റ്റ്, അത് സ്കേർട്ടിൻ്റെ അരവണ്ണമില്ലേ, ആ ഒരു അളവ് നമുക്ക് എന്താക്കാം, ഇവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ വെച്ചിട്ട് 5.5 നമുക്കൊന്ന് ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് കറക്റ്റായിട്ട് ഇത് ഇവിടുന്ന് ഇവിടത്തേക്ക് ഒരേ അളവ് തന്നെയാണ് വരുന്നത് നോക്കുക. ഇത് 7:10 അടുത്ത് വരുന്നുണ്ട് ഇല്ല. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് ഷേപ്പ് ചെയ്ത് കൊടുക്കാനുണ്ട് കേട്ടോ. ഇതുപോലെ വെച്ചിട്ട് ജസ്റ്റ് ഈ ഒരു സൈഡിൽ നിന്ന് ഈ ഒരു പോയിന്റിൽ നിന്ന് നമ്മൾ ഈ മാർക്ക് ചെയ്ത് രണ്ടും ഒരേ അളവ് തന്നെയാണ് വരുന്നത് നോക്കാം. ഇപ്പോൾ 7 ഒരേ അളവ് തന്നെയാണ് വരുന്നത്. അതിന് ശേഷം ഇവിടെ വെച്ചിട്ട് 7 വരുന്നു. കറക്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ആ ഒരു പോയിന്റിനെ നമുക്ക് കറക്റ്റായിട്ട് ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്തിട്ട് നമുക്ക് ചെറിയൊരു ഷേപ്പ് കിട്ടും കേട്ടോ. ജസ്റ്റ് ഈ ഒരു ഷേപ്പ്, ഈ റൗണ്ട് ഷേപ്പ് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ലെങ്ത്ത് നോക്കാം കേട്ടോ. ലെങ്ത്ത് സ്കേർട്ടിൻ്റെ ലെങ്ത്ത് 25 അല്ലേ എടുത്തിട്ടില്ലേ? 25 അല്ലേ വേണ്ടത് നമുക്ക്. ആ ബാൻഡിൻ്റെത് കുറച്ചിട്ട് നമ്മൾ എത്ര എടുത്ത് 23.5 ഏതിനെടുത്തത്, മെയിൻ ക്ലോത്തിന് എടുത്തത്. നമുക്ക് അതിനേക്കാളും കുറച്ചിട്ട് നമുക്ക് ലൈനിങ് മതി. ഞാൻ ലൈനിങ് ഏകദേശം ഒരു 22 ഇഞ്ചോളം എടുക്കുന്നുള്ളൂ കേട്ടോ. 22 ഇഞ്ച് എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പോയിന്റ്, നമ്മുടെ മുകളിൽ ഈ ഒരു പോയിന്റിൽ നിന്ന് നമ്മുടെ ഇവിടത്തേക്ക് എത്ര, 22ലേക്ക് എത്ര വരുന്നത് നോക്കാം. ഏകദേശം 28 ഇഞ്ച്, അതായത് 29 ഇല്ല, ആ ഒരു മുക്കാലിൻ്റെ പോയിന്റിലേക്ക് വരുന്നു. അപ്പോൾ അത് നമുക്ക് ഇങ്ങോളം മാർക്ക് ചെയ്ത് കൊടുക്കാം. 28.5 കഴിഞ്ഞിട്ട് ആ ഒരു അപ്പുറത്തെ ഒരു കാലിൻ്റെ വലിയ ലൈനില്ലേ, ആ ലൈനിലേക്ക് എത്തുന്നുണ്ട്. ഇത് ഇതുപോലെ നമുക്ക് വരച്ചിട്ട് സർക്കിളിൽ ഒന്ന് ഇതുപോലെ ഒന്ന് ഷേപ്പിൽ വരച്ചെടുക്കാം കേട്ടോ. ഇതുപോലെ വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേ അളവിലൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമ്മൾ ഈ താഴത്ത് വന്ന ബാലൻസ് വേണം നമുക്ക് മുകളിലേക്കുള്ള ബാൻഡിന് ലൈനിങ് പീസ് കൊടുക്കണ്ടേ, ആ ഒരു ലൈനിങ് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടി എളുപ്പമായിരിക്കും. നമ്മൾ അമ്പർലയിൽ കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഫ്രില്ലിട്ട് അടിക്കേണ്ട പണിയൊന്നുമില്ല, വേഗം തന്നെ നമുക്കായിട്ട് അടിവശം മടക്കി എടുക്കേണ്ട ഒരു ഇതേ ഉള്ളൂ. ബാക്കിയൊക്കെ അടിവശം എന്തായാലും മറ്റേനെ മടക്കി അടിക്കേണ്ടതാണ്. അപ്പം ഇങ്ങനെ ആകുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടി വിരിഞ്ഞ് കിടക്കുകയും ചെയ്യും, പണി കുറച്ച് എളുപ്പവും കൂടിയാണ് കേട്ടോ. എൻ്റെ അടിവശം ഒന്ന് മടക്കി അടിച്ചു കൊടുക്കാം കേട്ടോ. ആദ്യം ഒരു മടക്ക് ഇത്ര പോലെ കുറച്ച് ഇതുപോലെ ഒരു 4 ഇഞ്ച് മടക്കിയിട്ട് നമ്മൾ ഈ മടക്ക് വരുന്ന വശമില്ലേ, ആ വശത്താണ് സ്റ്റിച്ച് കൊടുക്കേണ്ടത് കേട്ടോ. മടക്ക് വരുന്ന വശത്ത് സ്റ്റിച്ച് കൊടുക്കുക. ഇതുപോലെ ഫുള്ളായിട്ട് ഒരു 4 ഇഞ്ച് മടക്കി ഈ മടക്ക് വരുന്ന ഭാഗത്തായിട്ട് നമുക്ക് ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിന് ശേഷം ഞാൻ അത് ലേസ് വെച്ച് കൊടുക്കുക വിചാരിക്കുന്നു. ഈ ഒരു ലേസ് ഞാൻ മീഷോ ഒന്ന് വാങ്ങിയതാണ് കേട്ടോ. വേണ്ടവർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി, ലിങ്ക് എന്ന് പറഞ്ഞിട്ട് ലിങ്ക് തരാം കേട്ടോ. ഇതുപോലെ വെച്ചിട്ട് ഇതിപ്പോൾ 18 മീറ്ററിൻ്റെതാണ്, 2 വാങ്ങിയിട്ടുണ്ടായി, 120 30 അങ്ങനെ എത്രയൊന്നും തോന്നുന്നു റേറ്റ് വരുന്നത്. എന്തായാലും നമ്മളിവിടെ ഷോപ്പിൽ 1 മീറ്ററിന് 15 രൂപയാണ് ഇങ്ങനത്തെ ലേസിന് വരുന്നത്. അത് വെച്ച് അപേക്ഷിച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടി ലാഭമായിട്ട് തോന്നും കേട്ടോ. അപ്പോൾ ഈ ഒരു ലേസ് നമുക്കിത് ഇതുപോലെ ഇവിടെ വെച്ചിട്ട് ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇത് നമ്മുടെ ടിഷ്യൂ അല്ലേ, ടിഷ്യൂവിൻ്റെ ഒരറ്റും അതുപോലെ തന്നെ നമ്മുടെ ലൈനിങ്ങിൻ്റെ ഒരറ്റും കൂടി ഫുള്ളായിട്ട് ഒന്ന് അടിച്ചെടുക്കുക കേട്ടോ. ലൈനിങ് ഇതിപ്പോൾ നല്ല വശം നോക്കിയിട്ട് അങ്ങനെ വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ലൈനിങ് അടിവശത്തും മുകളിൽ നമ്മുടെ ടിഷ്യൂ വെക്കുക. ടിഷ്യൂ വെച്ചതിന് ശേഷം നമ്മുടെ സൈഡില്ലേ, ഈ ഒരു സൈഡിൽ നിന്ന് താഴത്തോളം അടിച്ചെടുക്കാം. അതുപോലെ തന്നെ ഓപ്പോസിറ്റ് വശം. അപ്പോൾ ഇത് ഇങ്ങനെ അമ്പർല ആയതുകൊണ്ട് വരം കുറച്ച്, അതായത് ഇത്ര പോലെ വീതി ഉണ്ടാവും, അത് പ്രശ്നമില്ല. നമ്മൾ ഇതുപോലെ ഇപ്പോഴത്തെ ഒരു അറ്റും എടുക്കുക, ആ ഒരു അറ്റും ഈ അമ്പർലേൻ്റെ ഈ കട്ടാക്കിയിട്ട് ഇതിൻ്റെ ഈ ഒരു അറ്റും തമ്മിൽ ജസ്റ്റ് ഒന്ന് ഫുള്ളായിട്ടൊന്ന് ടച്ചാക്കി എടുക്കാം കേട്ടോ.
അപ്പോൾ നമ്മൾ രണ്ട് സൈഡും ടച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമുക്കൊന്ന് മടക്കിയിട്ട് അടിച്ചു കൊടുക്കണം. രണ്ട് മടക്ക്, അതായത് ഈ ടച്ച് ചെയ്തില്ലേ, നമുക്ക് രണ്ട് മടക്കിയിട്ടൊന്ന് അടിച്ചെടുക്കണം. അത് വെച്ചാൽ സെറ്റ് വാടിന് സൈഡിൽ നമുക്കിത് ഇതുപോലത്തെ ഒരു ഇങ്ങനെ മടക്ക് കുറച്ച് ഓപ്പൺ വെക്കുന്നില്ലേ, അപ്പോൾ അത് നല്ല ഫിനിഷിങ്ങിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത്. അത് ഇതുപോലെ ആദ്യം ഒരു മടക്കുക, പിന്നീട് ഒരു മടക്കും കൂടി മടക്കുക, എന്നിട്ട് നമുക്ക് താഴോളം അതുപോലെ തന്നെ അടിച്ചെടുക്കാം കേട്ടോ. ബാൻഡില്ലേ, ബാൻഡ് ഞാൻ ലൈനിങ് നല്ല തുണി തമ്മിൽ ഫുള്ളായിട്ടൊന്ന് ടച്ച് ചെയ്ത് എടുത്തു കേട്ടോ. അതിന് ശേഷം എന്താ ഈ ഒരു അച്ചുമില്ലേ, ഈ ഒരു അച്ചും ജസ്റ്റ് ഒരു മടക്കിയിട്ട് അടിച്ചു കൊടുക്കുക. ഏതും ഒരു അറ്റത്ത് ജസ്റ്റ് ഒരു മടക്കിയിട്ട് അടിച്ചു കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ രണ്ടായിട്ട് മടക്കി വെച്ചിട്ട് നമ്മുടെ അരവണ്ണം, നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത അരവണ്ണം മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. എത്ര 11.5 അല്ലേ മാർക്ക് ചെയ്താൽ, 11.5 മാർക്ക് ചെയ്തിട്ട് അവിടെ ചെറിയ കട്ടിട്ട് കൊടുക്കാം. കട്ടിട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ ഈ ഒരു മടക്ക് വന്ന ഭാഗമില്ലേ, മടക്ക് വന്ന ഭാഗം നമുക്ക് ഈ കട്ട് വന്ന ഭാഗം വരെ ഇത്ര പോരൊന്ന് മടക്കി കൊടുക്കാം. ഇതെന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് കറക്റ്റായിട്ട് ഫ്രിൽസ് ഇടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതുപോലെ കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ഒരു മടക്ക് വന്ന വശമില്ലേ, ഈ ഒരു മടക്ക് വന്ന വശത്തൊരു ചെറിയ കട്ടിട്ട് കൊടുക്കുക. അതുപോലെ ഈ ഒരു മടക്ക് വന്ന വശമില്ലേ, ഈ ഒരു മടക്ക് വന്ന വശത്തും ചെറിയൊരു കട്ടിട്ട് കൊടുക്കുക. കട്ട് എല്ലായിടത്തും കൊണ്ടിട്ടേന്ന് നോക്കണം കേട്ടോ. അതുപോലെ കട്ട് നമ്മൾ ഇട്ട് കൊടുത്തു. നമ്മൾ ബാൻഡിന് ചെയ്യുമ്പോൾ ഇതുപോലെയാണ് ചെയ്യുന്നത് കേട്ടോ. ഇനി നമുക്ക് താഴത്തേക്കുന്നില്ല നോക്കാം. ഇത് നമ്മൾ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഫ്രില്ലിട്ടെടുത്തതാണെങ്കിൽ നമ്മൾ കട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇപ്പോൾ ഫ്രില്ലിടാത്തത് കൊണ്ട് നമുക്ക് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ കറക്റ്റ് ഇതുപോലെ ഇങ്ങനെ വെച്ചാൽ മതി കേട്ടോ. നമുക്കിപ്പോൾ ഇതിങ്ങനെ വെച്ചടിക്കുന്ന സമയത്ത് ഇതുപോലെ നമ്മൾ ഈ ഒരു കട്ട് വന്നില്ലേ, ഈ ഒരു കട്ട് വന്നില്ലേ, ഈ ഒരു കട്ട് വന്നതിൻ്റെ അടുക്ക വെച്ചിട്ടായിരിക്കും നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത്. അപ്പോൾ ഈ ഒരു ഓപ്പോസിറ്റ് കട്ടിൻ്റെ അടുത്തേക്ക് എത്തുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ലൈനിങ് ക്ലോത്ത് കുറച്ച് അധികം ഉണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇത് ഇവിടെ നിന്നൊന്നും ഇതുപോലെ ഇത് ജസ്റ്റ് ഇങ്ങനെ മടക്കിയിട്ട് നമുക്ക് അവിടം വരെ സ്റ്റിച്ച് ചെയ്ത് കറക്റ്റ് ആക്കിയാൽ മതി കേട്ടോ. അത് അധികമായാലൊന്നും പ്രശ്നമൊന്നുമില്ല. ജസ്റ്റ് ഇങ്ങനെ ചെറിയൊരു മടക്ക് ഇതുപോലെ ഇങ്ങനെ ഇട്ടിട്ട് അത് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ബാൻഡിന് മടക്കിയില്ലേ, അതുപോലെ തന്നെ നമ്മുടെ താഴത്തേക്കുള്ള ഈ ഒരു തുണിയും ഇതുപോലെ രണ്ടായിട്ട് മടക്കി കൊടുക്കുക. പിന്നെ അതിനെ വീണ്ടും ഇതുപോലെ 4ആയിട്ട് മടക്കി കൊടുക്കുക. നമ്മൾ കട്ടിട്ടില്ലേ, അതുപോലെ കട്ട് ബാൻഡിൽ നമ്മൾ 4ആയിട്ട് മടക്കില്ലേ, ആ ഒരു കട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിനതുപോലെ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ 4ആയിട്ട് ഇതുപോലെ മടക്കി കൊടുത്തില്ലേ. ഇനി നമുക്ക് നേരത്തെ ബാൻഡിന് കട്ട് ചെയ്താൽ തന്നെ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് കേട്ടോ. ഇവിടെ നമുക്ക് കട്ടിടേണ്ട ആവശ്യമില്ല, കാരണം എന്താ ഇവിടെ നമുക്ക് ഓപ്പൺ വരുന്നുണ്ട്. അവിടെ കട്ടിടേണ്ട ആവശ്യമില്ല. അതിൻ്റെ മുകളിൽ വരുന്ന ഈ ഒരു മെറ്റീരിയലിന് ചെറിയൊരു നോച്ചിട്ട് കൊടുക്കാം കേട്ടോ. ചെറുതായിട്ട് മതിയേ, ചെറിയൊരു കട്ടിട്ട് കൊടുക്കാം. അതുപോലെ നമുക്കിതാ ഇവിടെ വരുന്ന ഈ ഒരു വശത്തും ചെറുതായിട്ടൊന്ന് കട്ടിട്ട് കൊടുക്കാം കേട്ടോ. കട്ട് കേട്ടോ, ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം. ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ ഈ ഒരു കട്ട് വരുന്ന ഭാഗം കണ്ടില്ലേ, ഇതിൻ്റെ ഈ ഒരു കട്ട് നമ്മൾ കുറച്ച് തൈകൾ മുമ്പ് കുറച്ച് ഉള്ളിലോട്ട് വിടാൻ വേണ്ടിയിട്ട് കുറച്ച് തുണി വെച്ചില്ലേ, അവിടെ നിന്ന് വേണം തുടങ്ങാൻ വേണ്ടി. അത്ര പോലെ പീസ് വിട്ടിട്ട് വേണം നമ്മൾ തുടങ്ങാൻ വേണ്ടിയിട്ട്. അത്ര പോലെ ഭാഗം വിട്ടിട്ട് ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ആദ്യം നമ്മുടെ ലൈനിങ് ഇതുപോലെ വെച്ചിട്ട് ഫുള്ളായിട്ടൊന്ന് അടിച്ചു കൊടുക്കുക കേട്ടോ. ഇതുപോലെ വെച്ചിട്ട് അടിച്ചു കൊടുക്കുക. അപ്പോൾ എക്സ്ട്രാ തുണി നമുക്കിത് ഈ ഒരു കട്ടിൻ്റെ അടുത്തേക്ക് എത്തുന്ന സമയത്ത് എക്സ്ട്രാ തുണിയുണ്ട്, നമുക്ക് ഇവിടെയൊക്കെ ചെറിയൊരു ചുരുക്കിട്ട് കൊടുത്ത് കറക്റ്റാക്കി കൊടുത്താൽ മതി. അതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു ഫ്രിൽസ് ഇട്ട് കൊടുക്കുന്നത്. ഫ്രിൽസ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഇവിടെ നിന്ന് തുടങ്ങിയിട്ട് നമ്മുടെ ഫസ്റ്റ് കട്ട് വരുന്നത് ഇവിടെയാണ് കേട്ടോ. നമ്മുടെ ഫസ്റ്റ് കട്ട് വരുന്നത് ഇവിടെയാണ്. അപ്പോൾ നമ്മുടെ ഇത് ബാൻഡിൻ്റെ ഫസ്റ്റ് കട്ട് വരുന്നത്, അതുപോലത്തെ നമ്മുടെ സ്കേർട്ടിൻ്റെ ഫസ്റ്റ് കട്ട് വരുന്നത് ഇവിടെയാണ് കേട്ടോ. അപ്പോൾ ഇത്രയും വശം നമുക്ക് ഇവിടെ ഫ്രിൽസ് ഇടാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതാ ചെറിയ ഫ്രില്ല് ഫസ്റ്റ് കട്ട് ബാൻഡിൻ്റെ കട്ട് വരുമ്പോൾ നമ്മുടെ താഴത്തേക്കുള്ള സ്കേർട്ടിൻ്റെ കട്ട് ഇവിടെ സെറ്റായിക്കൊള്ളണം. അതായത് ഇത്രയും ഫ്രിൽസ് ഇവിടെ ഇട്ടുകൊള്ളണം. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് തികയൂട്ടാം മെറ്റീരിയലൊക്കെ. രണ്ടാമത്തെ കട്ട് വരുന്ന സമയത്ത് നമ്മുടെ ഈ സ്കേർട്ടിൻ്റെ രണ്ടാമത്തെ കട്ട് കണ്ടോ, ഇത് ഇത്ര പ്രാവശ്യം ഇവിടെയും ഫ്രില്ലിട്ട് കൊടുക്കുക. പിന്നെ മൂന്നാമത്തെ കട്ട് അതുപോലെ ചെയ്താൽ മതി. ഞാൻ സ്റ്റിച്ച് ചെയ്യുന്ന കാണിച്ചു തരാം കേട്ടോ എങ്ങനെ വരുന്നതെന്നുള്ളത്. നമ്മുടെ ഈ മടക്കി അടിക്കാൻ പറഞ്ഞ വശമില്ലേ, ആ വശം താഴ്വശത്തായിട്ടാണ് കേട്ടോ വരേണ്ടത്. അതായത് ഈ മടക്ക് വന്ന ഭാഗം താഴ്വശത്തായിട്ടാണ് നമ്മൾ വെച്ച് കൊടുക്കേണ്ടത്. എന്നാലേ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. എന്നിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് ഇവിടെ വെച്ചിട്ട് ആദ്യം നമ്മുടെ ലൈനിങ് പീസ് ഇത് ഇവിടെ ഇങ്ങനെ വെച്ച് കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ട് നമ്മുടെ മെയിൻ ക്ലോത്ത് ഇതുപോലെ ഇങ്ങോട്ടേക്ക് സൈഡിലോട്ട് മാറ്റി കൊടുത്തിട്ട് നമുക്ക് നമ്മുടെ ഈ ലൈനിങ് പീസ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് വരാം കേട്ടോ.
അപ്പോൾ അത് മൊത്തത്തിൽ അടിച്ചെടുത്ത് നമുക്ക് ഫ്രിൽസ് ഇടാം കേട്ടോ. ഫ്രിൽസ് ഇതുപോലെ വെച്ച് കൊടുക്കുക. നമുക്ക് നല്ല വണ്ണമുള്ള ഫ്രില്ല് വേണമെങ്കിൽ വണ്ണമുള്ള ഫ്രില്ലിടാം, വണ്ണം ഇല്ലാത്ത വേണമെങ്കിൽ അങ്ങനെ ഇടാം. ഇതൊക്കെ ഒരാളുടെ ഇഷ്ടം കേട്ടോ, എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇപ്പോൾ ലൈനിങ് അടിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഈ കട്ട് ചിലപ്പോൾ കറക്റ്റ് എവിടെയാണ് വരുന്നത് മനസ്സിലാവണമെന്നില്ല കേട്ടോ. അപ്പോൾ നമുക്ക് കട്ട് വരുന്നത് ചോക്ക് ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഈ നമ്മുടെ ലൈനിങ്ങിൻ്റെ മീത്ത ജസ്റ്റ് ഒന്നിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്താൽ അവിടെ എത്തുമ്പോൾ നമുക്ക് കട്ട് മനസ്സിലാവും കേട്ടോ. ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. നമുക്കൊരു പിന്നൊക്കെ കുത്തിയിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതുപോലെ ചെയ്യാം കേട്ടോ. ഇതുപോലെ ചെറിയ ചെറിയ ഫ്രിൽസാണ് കേട്ടോ എടുക്കുന്നത്. ഇതുപോലെ ചെറിയതെൻ്റെ ആരി വർക്കിൻ്റെ ഇതാണ് കേട്ടോ. ഇതന്ന് ഒടിഞ്ഞു പോയതുകൊണ്ട് ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യാത്തതാണ്. ഇതുപോലെ കൊടുക്കുക. നമ്മത് എത്ര നന്നായിട്ട് സ്റ്റിച്ച് ചെയ്താലും ലാസ്റ്റുള്ള ആ ഒരു അയൺ ചെയ്യുന്ന ഞാൻ പറഞ്ഞില്ലേ, അത് സെറ്റായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല വൃത്തിയിൽ കിട്ടും കേട്ടോ. നമുക്ക് അതാണ് കാര്യമായിട്ട് നമ്മൾ നോക്കേണ്ട, അയൺ ചെയ്യുന്നതാണ്. അതപ്പം എപ്പോഴാണ് ചെയ്യേണ്ടതെന്നൊക്കെ ഞാൻ പറഞ്ഞില്ല. എല്ലാം ഫിനിഷ് ചെയ്ത് ലാസ്റ്റ് അയൺ ചെയ്താൽ നമുക്കെന്താ ആ ഒരു ഫിനിഷിങ് കിട്ടില്ല. അപ്പോൾ സൈഡൊക്കെ ജോയിൻ ചെയ്യുന്നതിന് മുന്നേ വേണം നമ്മൾ അയൺ ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇതുപോലെ നമുക്ക് ചെറിയ ചെറിയ ഫ്രിൽസും കാര്യങ്ങളൊക്കെ ഇട്ടെടുക്കാം. നമ്മൾ ഏകദേശം ഇത് നമ്മുടെ കട്ടിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടാ. ചെറിയൊരു കുറച്ചിലൊക്കെ വന്നാൽ പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്, ഈ ഒരു ഇത് നമുക്കൊന്ന് ഇവിടം വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഞാൻ ഫുള്ളായിട്ട് ഇവിടം വരെയും ചെയ്തെടുത്തിട്ടില്ല കേട്ടോ. ഇതിൻ്റെ ഒരു ഫ്രില്ല് ബാക്കിലേക്കാണ് സ്റ്റിച്ച് ചെയ്തത്. കാരണം നമ്മൾ മെറ്റീരിയൽ ചിലപ്പോൾ ഉള്ളിലോട്ട് കൊടുക്കുന്ന സമയത്ത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് ഉള്ളിലോട്ടേക്ക് കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇപ്പം ഇത് ജസ്റ്റ് ഉള്ളിലോട്ട് സ്റ്റിച്ച് ചെയ്ത് പോയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കിയും കൂടി ഇതുപോലെ തന്നെ ഒന്ന് ഫ്രില്ലിട്ട് എടുക്കാം കേട്ടോ. ഇനി നമ്മൾ ഇതുപോലെ എടുക്കുന്ന സമയത്ത് നമുക്കിതാ ഇതുപോലെ ഉള്ളിലോട്ടേക്ക് മെറ്റീരിയൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഇവിടം വരെ ഫ്രില്ലിട്ട് എടുക്കാതിരുന്ന്. മനസ്സിലായാൽ? അതായത് ഇവിടം വരെ സ്റ്റിച്ച് ചെയ്താൽ നമുക്കിപ്പോൾ ഇത് ഉള്ളിലോട്ടേക്ക് കൊടുക്കാൻ പറ്റൂലല്ലോ, അതുകൊണ്ടാണ് ഇവിടെ സ്റ്റിച്ച് ചെയ്യാതിരുന്നത്. അപ്പോൾ നമ്മൾ അപ്പം ചെയ്യുന്ന സമയത്ത് അടുത്ത ഫ്രിൽസ് എടുക്കാനുണ്ടെങ്കിൽ അപ്പോൾ ഒരു ഫ്രില്ലിൻ്റെ ബാക്ക് വശത്തേക്കായിട്ട് സ്റ്റിച്ച് നിർത്തിയിട്ട് വേണം ബാക്കിയുള്ള ഫ്രിൽസ് നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ഫുള്ളായിട്ടൊന്ന് ചെയ്തെടുത്തിട്ട് വരാം. നമ്മൾ അടിച്ചിട്ട് നമ്മൾ ലാസ്റ്റ് ഇവിടത്തേക്ക് എത്തുന്ന സമയത്ത് ഇതിങ്ങനെയല്ലേ ഉണ്ടാവല്ലേ. ഇത് നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ജസ്റ്റ് ഒന്ന് ഉള്ളിലോട്ടേക്ക് മടക്കിയിട്ട് വേണം കൊടുക്കാൻ. അതായത് ഒരു സൈഡ് നമ്മൾ നേരെ വെച്ചിട്ട് ചെയ്തതാണെങ്കിൽ ഓപ്പോസിറ്റ് വശം, അതായത് അടിച്ച് ആ ഒരു സൈഡ് നമ്മൾ നേരെ വെച്ചിട്ടല്ലേ ചെയ്തത്. അപ്പോൾ അടിച്ചടിച്ച് ഈ ഒരു സൈഡിലേക്ക് എത്തുന്ന സമയത്ത് ഇത് നമുക്ക് ജസ്റ്റ് ഒന്നിങ്ങനെ തിരിച്ചു കൊടുക്കണം കേട്ടോ. ഇതുപോലെ തിരിച്ചു കൊടുത്തിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ അത്രയൊക്കെ ചെയ്തില്ലേ. ഇത് ഫുള്ളായിട്ട് അടിച്ചതിന് ശേഷം നമുക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇതുപോലെ ഉള്ളിലോട്ടേക്ക് മടക്കി കൊടുക്കാം കേട്ടോ. ഇതുപോലെ ഉള്ളിലോട്ടേക്ക് നമുക്ക് എക്സ്ട്രാ വരുന്ന ഇവിടുത്തെ നൂലും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് കളയാം. എന്നിട്ട് ഇതുപോലെ ഉള്ളിലോട്ടേക്ക് ഇങ്ങനെ മടക്കി കൊടുത്തിട്ട് ഇതും ഇതുപോലെ ഇങ്ങനെ മടക്കി കൊടുക്കാം. ഇങ്ങനെ മടക്കി കൊടുത്തിട്ട് ഈ ഒരു അറ്റത്തെ കൂടി നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അതിന് ശേഷമല്ലേ ഇതിൻ്റെ ഈ ബാൻഡില്ലേ ഞാൻ ജസ്റ്റ് ഒന്ന് ഇസ്തിരിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അതാകുമ്പോൾ നല്ല അടിക്കാൻ നല്ല എളുപ്പമായിരിക്കും. പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്കിത് ഈ ഒരറ്റമില്ലേ, ഈ ഒരറ്റം ഇത് സ്റ്റിച്ച് കൊടുത്തിട്ട് ഈ ഒരറ്റത്തേ കൂടി ഫുള്ളായിട്ട് ഇതാ ഇവിടം വരെ സ്റ്റിച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ ആദ്യം ഒരു മടക്കി അടിച്ചതിൻ്റെ ഒരു സ്റ്റിച്ച് കണ്ടു, ഇത് ഇവിടെ ആ ഒരു സ്റ്റിച്ചിൻ്റെ മീത്തേ കൂടി ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കാം. ഞാനിവിടെ ഒരു സ്ട്രൈറ്റ് ആയിട്ടുള്ളൊരു പീസ് എടുത്തിട്ടുണ്ട്. ഞാൻ എടുത്തിട്ടുള്ളത് നമ്മുടെ ബാൻഡിൻ്റെ ഇത് നോക്കാം, 2 ഇഞ്ചാണ് വരുന്നത് എൻ്റെ അളവ് വരുന്നത്. ഞാൻ ഇതൊരു 3 ഇഞ്ചിൽ കട്ടാക്കിയിട്ട് അര ഇഞ്ച് ഉള്ളിലോട്ട് ഇതുപോലെ മടക്കി അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ സെറ്റാക്കി എടുക്കാം. അതിന് ശേഷം നമുക്ക് കുടുക്ക് വെക്കേണ്ടതാണ് നമ്മൾ ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആദ്യം ഇതുപോലെ ഇങ്ങനെ മടക്കി കൊടുക്കാം കേട്ടോ. ഇതുപോലെ ഒരറ്റത്തുനിന്ന് തുടങ്ങാം. ഏതറ്റെന്ന് വെച്ചാൽ ഈ ഒരു അറ്റത്ത് ഇതുപോലെ ഇങ്ങനെ മടക്കിയിട്ട് വേണം തുടങ്ങാൻ. ഇങ്ങനെ മടക്കി കൊടുക്കാം. അതിന് ശേഷം എന്താ ഇതുപോലെ ആദ്യം വീണ്ടും ഇതുപോലെ ഇങ്ങനെ മടക്കി കൊടുക്കുക. അങ്ങനെ മടക്കി നമുക്കൊന്ന് അടിച്ചെടുക്കുക. ഇതുപോലെ അടിച്ചെടുത്തു. നമുക്ക് അടിയിൽ ബാലൻസ് വരുന്ന സമയത്ത് അത് അടിവശത്തേക്ക് ഇതുപോലെ മടക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ 2 അറ്റത്തെ കൂടി ഒന്ന് അടിച്ചെടുക്കുക. അല്ലെങ്കിൽ ഇതുപോലെ തന്നെ വെച്ചിട്ട് മെറ്റീരിയൽ വെച്ചിട്ട് സെൻറ്ററിൽ സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ആ സൈഡ് അടിച്ചെടുത്താലും മതി കേട്ടോ. എങ്ങനെയായാലും പ്രശ്നമൊന്നുമില്ല. നമുക്കിത് ഇതുപോലെ വെച്ചിട്ടൊന്ന് അടിച്ചെടുക്കാം കേട്ടോ. ഇത് കറക്റ്റായിട്ടതാ ഇത്
ഇതുപോലെ ഇവിടെ വെക്കാം. എന്നിട്ട് നമുക്ക് ആദ്യം സെൻറ്ററിൽ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ സൈഡിലേക്ക് കൊടുത്തിട്ട് അങ്ങനെ കൊടുക്കുന്നെങ്കിൽ അങ്ങനെ കൊടുക്കാം കേട്ടോ. ഞാൻ ആദ്യം സെൻറ്ററിലേക്ക് കൂടി ഒരു സ്റ്റിച്ച് കൊടുത്തതിന് ശേഷമാണ് കേട്ടോ സൈഡിലേക്ക് കൂടിയുള്ള സ്റ്റിച്ചൊക്കെ കൊടുക്കുന്നത്. ഇതിൻ്റെ സൈഡിൽ ഇതുപോലത്തെ വള്ളി വെച്ചു കൊടുക്കുന്നുണ്ട്, 2 സൈഡിൽ ഇതുപോലെ വള്ളി വെച്ചു. ഇത് നമുക്ക് സൈഡ് മാത്രമേ ജോയിൻ ചെയ്യാനുള്ളൂ, ബാക്കിയെല്ലാം നമ്മൾ ചെയ്ത് കഴിഞ്ഞു. നമ്മൾ സൈഡ് ജോയിൻ ചെയ്യുന്നതിന് എന്തായാലും നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുക്കണം. കാരണം ഇപ്പോൾ നല്ല വൃത്തിയിൽ ഫ്രിൽസ് വെച്ച് അയൺ ചെയ്താൽ നമുക്ക് പിന്നീട് നമുക്ക് ആ ഒരു ഫിനിഷിങ്ങിൽ കിട്ടും. പിന്നെ നമ്മൾ സൈഡൊക്കെ ജോയിൻ ചെയ്തിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചാൽ അന്നേരത്ത് നമുക്ക് എന്തായാലും അത് ചെയ്തെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ടും ഫ്രില്ലൊക്കെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുക്കട്ടെ. അധികം ചൂട് വേണ്ട, എന്താ വെച്ചാൽ ടിഷ്യൂ അതുകൊണ്ട് വേഗം മെറ്റീരിയലിന് കയറി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ലൈറ്റ് ചൂടിൽ കുറച്ച് ടൈം എടുത്തിട്ടായാലും പ്രശ്നമില്ല. നല്ല ഒട്ട് ഫ്രിൽസൊക്കെ ലെവൽ ചെയ്തെടുത്തതിന് ശേഷം നമുക്കൊന്നിൽ നിന്ന് അയൺ ചെയ്തെടുക്കാം. നന്നായിട്ട് വെച്ചിട്ടൊന്ന് അയൺ ചെയ്തെടുത്തു. നിങ്ങൾക്ക് ഇത് എത്രത്തോളം മനസ്സിലാവുന്നുണ്ടെന്ന് അറിയില്ല, കാരണം ഇതൊരു ചെക്ക് ടൈപ്പ് ആയതുകൊണ്ട് എത്രത്തോളം മനസ്സിലായി എന്ന് എനിക്ക് പറയാൻ പറ്റില്ല കേട്ടോ. അതാ ഇതുപോലെയാണ് കേട്ടോ കിട്ടിയത്. ഇത് നമുക്ക് സൈഡ് ജോയിൻ ചെയ്തെടുക്കാം കേട്ടോ. സൈഡ് ജോയിൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ 2 അറ്റവും കൂടി ഒന്ന് കൂട്ടിയിട്ട് പിടിച്ചു കൊടുക്കാം. ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കാം കേട്ടോ. സൈഡും സൈഡ് ഇതുപോലെ ഒന്നിച്ച് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതാ നമ്മുടെ ഈ ഒരു അറ്റത്തുനിന്ന് താഴത്തേക്ക് ഒരു 3.5 ഇഞ്ച്, അതായത് ഈ ഒരു അറ്റത്തുനിന്ന് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ അങ്ങനെ എടുക്കല്, ഒരാളെ ഒരു രീതിക്കായിരിക്കും. ഈ ഒരു അറ്റത്തുനിന്ന് താഴത്തേക്ക് ഒരു 3.5 നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒരു 3.5 മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇതാ ഇത്ര പോലെ നമുക്ക് ഓപ്പൺ കിട്ടും കേട്ടോ 3.5 കൊടുക്കുന്ന സമയത്ത്. അതിന് ശേഷം നമുക്ക് ഇവിടുന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇവിടുന്ന് ലോക്ക് ഇട്ട് തുടങ്ങിയിട്ട് ഇതാ ഇങ്ങനെ വന്നിട്ട് ഇതിൻ്റെ അറ്റത്തേ കൂടി, അതായത് നമ്മൾ ഈ മടക്കി അടിച്ചില്ലേ അതിൻ്റെ തൊട്ടിപ്പുറത്ത് അറ്റത്തേ കൂടി താഴത്തോളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് വരാം കേട്ടോ. ഇതുപോലെ ഓപ്പൺ വരും അന്നേരത്തെ അവിടെ. അപ്പോൾ നമ്മുടെ ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്ക് വരുന്ന ഈ ഒരു മോഡലാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുന്ന വിചാരിക്കുന്നു, വീഡിയോ മനസ്സിലായിട്ടുണ്ടാകുന്ന വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു ഡ്രസ്സ് വേണ്ടവരാണെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്മൾ ജസ്റ്റ് ഒന്ന് മെസ്സേജ് ഇട്ടാൽ മതി കേട്ടോ. വിഷുവിൻ്റെ കളക്ഷൻ പുതിയത് ഇപ്പോൾ ഇറക്കിയ മോഡൽസാണ്. കളർ കസ്റ്റമൈസേഷനൊക്കെ അവൈലബിൾ ആണ്.